ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വിവേസ്, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ 2025 ഡിസംബർ 31 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ശുഭരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ 2026 പുതുവത്സര ദിനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല മനസ്സോടുകൂടി, നന്മയോടുകൂടി, നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയട്ടെ എന്ന് ഓരോരുത്തരുടെ കുടുംബത്തിനെയും ശ്രീധർമ്മശാസ്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനോ നേതാവോ മറ്റൊന്നുമല്ല, ഒരു അയ്യപ്പ ഭക്തൻ മാത്രമാണ്, ഒരു വ്യക്തി മാത്രമാണ്. 2026 പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അയ്യപ്പൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നന്ദി. ഒരു ക്ഷേത്രത്തിൽ ജ്യോത്സ്യൻ, ശില്പി, തന്ത്രി, പൂജാരി, പരികർമ്മികൾ, മറ്റ് പൂജാരിമാർ ഒക്കെയാണ് സാധാരണ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും നോക്കുന്നതും. ശബരിമലയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അവിടെ മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, മറ്റ് മെമ്പർമാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിച്ചിട്ടായിരിക്കുമോ ബാക്കി കാര്യങ്ങളെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഒരു വിശ്വകർമ്മജനായ എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ വിവേഴ്സിനോട്, എൻ്റെ ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു. വിജയമല്യ എന്ന് പറയുന്ന ഒരു വ്യവസായി സ്വർണം പൂശാൻ പൈസ കൊടുത്തപ്പോൾ 24 ക്യാരറ്റിലുള്ള സ്വർണം പൂശുകയും ആ ഡോറിൽ എലി കയറുന്നതിന് ദൂരമുണ്ടാവുകയും അവിടുത്തെ ശില്പി പണിത ഡോറ് ചേർച്ചകൾ വരുന്നില്ല എന്ന് പറയുകയും അവിടുത്തെ സ്വർണ്ണ പൂശിയ കാര്യങ്ങൾ ലോക ജനതയ്ക്ക് മൊത്തം അറിയാമായിരുന്നിട്ടും ഈ സ്വർണ്ണ ദോരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടളപ്പാളികളും 18ാം പടിക്ക് താഴെ ഇറക്കി കൊണ്ടുപോകാൻ ആരാണ് അനുമതി കൊടുത്തത്?